വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന നിർദ്ദേശമടങ്ങിയ ധനബില്ല് നിയമസഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് ബില്ല് പാസാക്കിയത്. സർക്കാർ വലിയ അഴിമതിക്കാണ് ഇതിലൂടെ തുടക്കം കുറിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്നാൽ മദ്യത്തിന്റെ കാര്യത്തിൽ നയം തീരുമാനിക്കുന്നത് മുന്നണിയാണെന്ന പതിവ് പല്ലവി മുഖ്യമന്ത്രി ആവർത്തിച്ചു. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് പ്രഖ്യാപനം പിന്നാലെ മുഖ്യമന്ത്രി നിയമസഭയിൽ തിരുത്തിയെങ്കിലും ധനബില്ലിൽ അതേ നികുതി ഘടന ഉൾപ്പെടുത്തിയത് സർക്കാരിന്റെ നയം വ്യക്തമാക്കുന്നതായിരുന്നു. മുന്നണിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന ശുപാർശ അടങ്ങുന്ന ധനബില്ല് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിൽ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിച്ചു. സബ്ജക്ട് കമ്മിറ്റിക്ക് ധനബില്ല് വിടാത്തത് അവകാശ ലംഘനമാണെന്ന് മുൻ ധനമന്ത്രി കൂടിയായ KN ബാലഗോപാൽ വിമർശിച്ചു. ഈ സഭയ്ക്കകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ സംസാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇത് ആ ഒരു വിശ്വാസ്യത സഭയോട് എടുത്തിട്ടില്ല. പൊതുവിൽ ഇത് സബ്ജക്ട് കമ്മിറ്റി ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്യാതെ സാധാരണ എന്തെങ്കിലും വന്നിട്ടുണ്ട്. പുതിയ രീതിയിൽ മദ്യവ്യാപനത്തിനുള്ള സൗകര്യമൊരുക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പും ക്രമപ്രശ്നവും സ്പീക്കർ തള്ളിയതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് സഭാ കവാടത്തിലെത്തി പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രിക്കാണ് വിഷയത്തിൽ കടുംപിടുത്തമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചർച്ച ചെയ്ത് വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമാണ് ഇത്തരമൊരു കാര്യം വേണോ എന്നത് ഭരണത്തിലുള്ളവർ തീരുമാനിക്കേണ്ടത്. എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര ധൃതിയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കേരളത്തിൽ ഇതേവരെ ഇത്തരമൊരു മദ്യ ഒഴുക്കിനുള്ള സാഹചര്യം ഒരു സർക്കാരും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. നില വ്യക്തമാണ്. ഏത് എതിർപ്പുണ്ടായാലും ഇത് നടപ്പാക്കണമെന്ന വാശിയിലാണ്. ഏതായാലും നിയമസഭയുടെ മേലെ എക്സിക്യൂട്ടീവിനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. അപ്പോൾ അതിലൂടെ വലിയ തോതിലുള്ള അഴിമതിക്ക് അവസരമൊരുങ്ങും എന്നതാണ് നാം കാണേണ്ടത്. അതേസമയം ബില്ല് പാസ്സായതുകൊണ്ട് തീരുമാനം നടപ്പാക്കില്ലെന്നും മുന്നണിയിൽ കൂടിയാലോചിച്ചു മാത്രമേ ഇതിൽ തുടർ നടപടി സ്വീകരിക്കൂ എന്ന പതിവ് വാദം തന്നെയായിരുന്നു ഇന്നും മുഖ്യമന്ത്രിക്ക്. ഈ സർക്കാരിന് കൃത്യമായ പരിപാടിയുണ്ട്, കൃത്യമായ പദ്ധതിയുണ്ട്, കൃത്യമായ പ്ലാനുണ്ട്. അത് കൂടിയാലോചനകൾക്ക് ശേഷമുള്ള തീരുമാനമാണ്. ബജറ്റിലെ നികുതി നിർദ്ദേശം ആരുമായിട്ട് കൂടിയാലോചിക്കാൻ പറ്റില്ല. അത് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടിയാലോചനകൾ മാത്രമേ നടത്തുള്ളൂ. അത് കഴിയുമ്പോഴാണ് ഏത് വിഷയവും അത് ആ കാര്യത്തിലുള്ള ഉറച്ച തീരുമാനമാണ്. ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ടാക്സ് ഇപ്പോൾ നിൽക്കുന്നത്. ധനബില്ല് നിയമസഭ പാസാക്കിയെങ്കിലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അഴിമതിക്ക് കളമൊരുക്കുന്ന സർക്കാർ നടപടിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിലേക്ക് കടക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.